ഒരു കഥ പറയൂ. കഥ പറയൂ. കഥ പറയൂ. കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജാതക കഥകളെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിലെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് ആരാണ് സുന്ദരി. ഗംഗാ നദിയും യമുന നദിയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ രണ്ട് നദികളും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലത്ത് ഒരിക്കല് രണ്ട് പെൺമീനുകള് കണ്ടുമുട്ടി. ഗംഗയിലെ മീനും യമുനയിലെ മീനും. ആദ്യമായിട്ട് കണ്ടതല്ലേ. രണ്ടുപേരും പരിചയപ്പെട്ടു, സംസാരിച്ച് വിഷയം എന്തായിന്നറിയാമോ? ആരാണ് കൂടുതൽ സുന്ദരി എന്നുള്ളൊരു ചോദ്യം വന്നു ഇവരുടെ ഇടയിൽ. ഗംഗയിലെ മീൻ പറഞ്ഞു, നീ എന്നെ നോക്ക്, ഞാനാണ് സുന്ദരി. എന്തു സുന്ദരിയാ ഞാൻ. ഹായ്, നല്ല പളപളാ തിളങ്ങുന്ന ശരീരമുള്ള ഞാൻ. അപ്പോ യമുനയിലെ മീൻ പറഞ്ഞു, ഏയ് അല്ലല്ല, ഞാനാണ് സുന്ദരി. രണ്ടുപേരും പറഞ്ഞ് അതൊരു തർക്കമായി. ഗംഗയിലെ മീൻ പറഞ്ഞു, എന്റെ നിറം കണ്ടോ, എന്ത് വെളുപ്പാ, നല്ല വെളുത്ത് തുടുത്ത് സുന്ദരിയായിട്ടുള്ള ഒരു മീനാണ് ഞാൻ. അപ്പൊ യമുനയിലത്തെ മീൻ പറഞ്ഞു, വെളുപ്പിനേക്കാൾ നല്ലതാണ് എന്റെ ഈ എണ്ണ കറുപ്പ്. കറുപ്പിന് 7 അഴക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഉടനെ എന്റെ ചിറകിന്റെ വലുപ്പം കണ്ടുവോന്നായി ഗംഗയിലെ മീൻ. അപ്പൊ യമുനയിലെ മീൻ പറഞ്ഞു, എന്റെ ചിറകിന്റെ തിളക്കം കണ്ടു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തർക്കമായി. തർക്കം കൂടി അടിപിടിയായി. ഈ വെള്ളത്തിൽ കിടന്നിട്ടാണല്ലോ ഇവരടിപിടി കൂടുന്നത്. വെള്ളത്തിൽ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ ഇളകുമ്പോ അത് കണ്ടിട്ട് അപ്പുറത്ത് വേറൊരാള് കിടക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? ഒരു മുതല. മുതല വേഗം ഇവരുടെ അടുത്തേക്ക് നീന്തി വന്നു. ഈ അടിപിടി കൂടുന്നതിന്റെ ഇടയില് ഇവര് മുതലയെ കണ്ടു. അപ്പൊ ഒരു മീൻ പറഞ്ഞേ, അല്ല, നമ്മൾ എന്തിനായി വഴക്കിടണത്? നമുക്ക് ആ മുതലയോട് ചോദിച്ചാ പോരെ നമ്മളിൽ ആരാണ് സുന്ദരിന്ന്. അത് കൊള്ളാം. മറ്റേ മീനിനും സമ്മതായി, രണ്ടുപേർക്കും സമ്മതായി. അവര് വേഗം മുതലയുടെ അടുത്തേക്ക് എത്തി. ഞാനല്ലേ സുന്ദരി? ഗംഗയിലത്തെ മീൻ ചോദിക്കുകയാണ്, ഞാനല്ലേ സുന്ദരി? മുതല ഒന്ന് മൂളി. അപ്പോ യമുനയിലത്തെ മീൻ ഇടയിൽ കയറി വേഗം ചോദിച്ചു, ഞാനല്ലേ സുന്ദരി? മുതല അതിനും ഒന്ന് മൂളി. എന്നിട്ട് പറഞ്ഞേ, അതെ, നിങ്ങൾ രണ്ടുപേരുമല്ല സുന്ദരി, ഞാനാണ്. എന്റെ കഴുത്ത് കണ്ടില്ലേ, എന്തൊരു ഭംഗിയാ. വാലും തോടുമൊക്കെ കണ്ടില്ലേ? എന്റെ പല്ല് കണ്ടില്ലേ? എന്റെ വായ എന്ന് പറയല്ല, വായ അങ്ങോട്ട് തുറന്ന് ആ മീനുകളെ രണ്ടിനെയും ബ്ലും ഒറ്റ വിഴുന്നരം അങ്ങോട്ട് വിഴുങ്ങി. അങ്ങനെ അവരുടെ ആ വഴക്കും തീർന്നു. വഴക്കിടാൻ പിന്നെ അവര് ബാക്കിയില്ലല്ലോ അല്ലെ. അവരെ മുതല വിഴുങ്ങിക്കളഞ്ഞു. കുട്ടികളെ, ഇവിടെ ഗംഗയിലെ മീനും യമുനയിലെ മീനും തമ്മിൽ ആരാണ് സുന്ദരി എന്നുണ്ടായ ഒരു ചെറിയ ചോദ്യം ക്രമേണ അത് അഹങ്കാരമായി അവസാനം വഴക്കായിട്ട് മാറി. ഈ വഴക്കിൽ മുഴുകിയപ്പോ എന്താ സംഭവിച്ചത്? അവര് ചുറ്റുമുള്ള ലോകം കണ്ടില്ല. സഹായം തേടിയത് ആരോടാണ് എന്ന് ചിന്തിച്ചില്ല. ആ സഹായത്തിന്റെ ഫലം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടില്ല. പ്രശ്നപരിഹാരത്തിനായിട്ട് അവര് പോയ ആ വഴിയാണ് അവരുടെ നാശമായിട്ട് മാറിയത് അല്ലെ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. അതിലൊന്നാമത്തേത്, ആരുടെയാണ് സഹായം തേടുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകവും അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും നമുക്ക് ഉണ്ടായിരിക്കണം. വിവേകമില്ലാത്ത തീരുമാനങ്ങൾ പലപ്പോഴും തിരിച്ചു വരാനാകാത്ത നഷ്ടമായി തീരും എന്നർത്ഥം. വിവേക പരമം ബലം. വിവേകമാണ് ഏറ്റവും വലിയ ശക്തി. രണ്ടാമത്തേത് എന്താ?
നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ അത് മുതലെടുക്കാനായിട്ട് പുറത്തു നിന്നുള്ള ശത്രുക്കൾ കാത്തിരിക്കുന്നുണ്ടാവും. ഐക്യമില്ലാത്ത അവസ്ഥ എപ്പോഴും നാശത്തിലേക്ക് നയിക്കും. നമ്മൾ പറയും ഐക്യമത്യം മഹാബലം. ഒത്തൊരുമയാണ് ഏറ്റവും വലിയ ശക്തി. അത് നമ്മുടെ വീട്ടിലായാലും കൂട്ടുകാർക്കിടയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ ശത്രുവിനെ പേടിക്കുന്നതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലെ ഐക്യമില്ലായ്മയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഏതു വലിയ പ്രതിസന്ധിയെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് പാഠം. ഏകതാബലം സമാജസ്യ വിഭേദ പതനം ധ്രുവം. ഐക്യമാണ് സമൂഹത്തിന്റെ കരുത്ത്. ഭിന്നത ഉറപ്പായും പതനത്തിന് കാരണമാകും. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടെ മുന്നേറാം എന്ന വലിയ പാഠമാണ് ഈ ഒരു കുഞ്ഞു കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.